അന്നൊരിക്കൽ നെയ്യാറ്റിൻകരയിൽ അരുവിപ്പുറത്ത് നദീതടത്തിലുള്ള ഒരു ഗുഹയ്ക്കകത്ത് ഗുരുദേവൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ധ്യാനം കഴിഞ്ഞ് മിഴി തുറക്കുമ്പോൾ ചുറ്റും ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നു. സ്വാമി ചോദിച്ചു, എന്താണ് എല്ലാവരും കൂടെ? സ്വാമി ഇവിടെ ഇരിക്കുന്നതായി അറിഞ്ഞു. നാം ഇവിടെ ഇരുന്നു കൊള്ളട്ടെ, ആർക്കും ഒരു ശല്യവുമില്ലല്ലോ. സ്വാമി, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് സ്വാമി അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങൾക്ക് വഴി നടന്നുകൂടാ. ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ഞങ്ങളുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ കയറ്റുന്നില്ല സ്വാമി. ഞങ്ങൾക്ക് എഴുത്തു പഠിച്ചുകൂടാ സ്വാമി. ഞങ്ങൾക്ക് രാജാവും തുണയില്ല. ഞങ്ങൾക്ക് ക്ഷേത്രമില്ല, ദൈവമില്ല. ഞങ്ങളുടെ സങ്കടം കേൾക്കാൻ സ്വാമി അല്ലാതെ ആരുമില്ല. നിങ്ങൾക്കെല്ലാം ഉണ്ടാകും. എല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഒന്നിച്ചൊന്ന് പ്രവർത്തിക്കണം. അങ്ങനെയാണ് അന്ന് സ്വാമിയെ സന്ദർശിച്ചവരുടെ ആഗ്രഹപ്രകാരമാണ് തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് തന്റെ ആദ്യത്തെ ശിവപ്രതിഷ്ഠ നടത്തിയത്. ഈ കഥയുടെ പ്രാരംഭത്തിൽ നാം കണ്ട ശിവപ്രതിഷ്ഠ കാലം കടന്നപ്പോൾ അരുവിപ്പുറത്ത് അന്നത്തെ ശിവലിംഗ പ്രതിഷ്ഠയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ശ്രീകോവിൽ ഉയർന്നു. അതിന്റെ ഭിത്തിയിൽ അന്ന് സ്വാമി ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത ആ പദ്യം എഴുതി വച്ചിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരുദേവന്റെ ഭാവി കർമ്മ പരിപാടികളുടെ അടിസ്ഥാന ശിലാസ്ഥാപനം കൂടിയായിരുന്നു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ. ചിരപ്രതിഷ്ഠിതങ്ങളായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി ഗുരുദേവൻ ആരംഭിച്ച പോരാട്ടത്തിന്റെ കാഹളധ്വനി അധകൃത ജനതയെ തട്ടിയുണർത്തി. ആലംബഹീനരായ അവശലക്ഷങ്ങൾക്ക് ഇതാ ഒരു ആസ്ഥാനമുണ്ടായിരിക്കുന്നു. അവരെ മുന്നോട്ട് നയിക്കാൻ കർമ്മധീരനായ ഒരു പടനായകൻ വന്നു കഴിഞ്ഞു. യുഗപ്രഭാവനായ ആ പടത്തലവൻ നൂറ്റാണ്ടുകളായി തങ്ങൾ അണിഞ്ഞിരുന്ന അടിമത്തത്തിന്റെ കൈച്ചങ്ങലുകൾ വെട്ടിപ്പൊട്ടിച്ച് അറബിക്കടലിൽ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. യാഥാസ്ഥികത്വത്തിന്റെ കരിമ്പാറക്കെട്ടുകൾ പൊട്ടി തകരുന്ന ഒരു ഗംഭീരധ്വനി ഭാരതത്തിലെങ്ങും മാറ്റൊലിക്കൊണ്ടു. സ്വാതന്ത്ര്യരാഷ്ട്രത്തിൻ സമ്രാട്ടേ, തേജസ്സിൻ വ്രാതമാം സ്വർണ്ണ സിംഹാസനത്തിൽ സ്വാതന്ത്ര്യരാഷ്ട്രത്തിൻ സമ്രാട്ടേ, തേജസ്സിൻ വ്രാതമാം സ്വർണ്ണ സിംഹാസനത്തിൽ ജ്യോതിക്കിരണാവലിച്ചെങ്കോൾ തൃക്കൈയിൽ ജ്യോതിപ്പിച്ചമ്പുന്ന തമ്പുരാനെ, ജ്യോതിക്കിരണാവലിച്ചെങ്കോൾ തൃക്കൈയിൽ ജ്യോതിപ്പിച്ചമ്പുന്ന തമ്പുരാനെ, തിരുവാഴ്ച ജയിക്കട്ടെ മേൽക്കുമേൽ പിന്തിരിയാത്ത തലമുറകൾ, തിരുവാഴ്ച ജയിക്കട്ട പീഡയാൽ പിന്തിരിയാത്ത തലമുറകൾ, സന്തതം ഘോഷിച്ചു മാറ്റൊലിക്കൊള്ളട്ടെ നിന്തിരുനാമം ഭുവനം, സന്തതം ഘോഷിച്ചു മാറ്റൊലിക്കൊള്ളട്ടെ നിന്തിരുനാമം ഭുവനമെന്നും. സവർണ ഹിന്ദുക്കൾ അന്താളിച്ചു നിന്നു. ഒന്നിനെയും എതിർത്തു പറയാതെ സകലതിനെയും എതിർക്കുന്ന ഒരു കർമ്മപരിപാടിയുമായി ഒരാൾ അവതരണനായിരിക്കുന്നു. അവർണന്മാരെ അകത്ത് കടത്താതെ അതിവിശുദ്ധമായി തങ്ങൾ സൂക്ഷിച്ചിരുന്ന അമ്പലങ്ങളുടെ ആണിക്കല്ലുകൾ തകർക്കുന്ന ഒരു മൈൻ പൊട്ടിത്തെറിച്ച പോലെ അവർ ഞെട്ടിത്തെറിച്ചു. അധികാരവും പദവിയും നിലനിർത്താൻ നൂറ്റാണ്ടുകളായി കെട്ടിപ്പടുത്തിരുന്ന അനാചാരങ്ങളുടെ കോട്ട കൊത്തളങ്ങൾ പൊട്ടിത്തകർന്ന് തങ്ങളുടെ കൺമുമ്പിൽ ചിതറിത്തെറിച്ചു വീണതുപോലെ അവർക്ക് തോന്നി. അടിമത്തത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ കൊടിപിടിയിലേക്കുള്ള ഗുരുദേവന്റെ സാഹസികമായ ഈ കുതിച്ചുചാട്ടം സ്വാതന്ത്ര്യപ്രേമികളെ രോമാഞ്ചമണിയിച്ചു. ഒരു വിദഗ്ധ ഹസ്തം പരിവർത്തനത്തിന്റെ ചക്രം തിരിക്കുവാൻ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അരുവിപ്പുറത്ത് ആൾക്കൂട്ടം വർദ്ധിച്ചുകൊണ്ടിരുന്നു.
അത്യന്തം പരിക്ഷീണനായ ഒരു യുവാവ് ഇതാ സ്വാമി സന്നിധിയിലേക്ക് വരുന്നു. കരുതുമതിക ചെയ്യവയ്യ, ചെയ്യാൻ പരുതി ലഭിച്ചത് നിന്നിടാ വികാരം. പരമഹിതമറിഞ്ഞുകൂടാ, ആയുസ്ഥിരതയുമില്ലതി നിന്ദമീനരത്വം. കരുതുമതിക ചെയ്യവയ്യ, കരുതുമതിക ചെയ്യവയ്യ. വന്ന മനുഷ്യൻ സ്വാമിയുടെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. എഴുന്നേൽക്കൂ കുമാര, കരയാതിരിക്കൂ. സ്വാമി, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ സ്വാമിയെ തേടി പലയിടത്തും പോയി. തിരുനെൽവേലി, മധുര, പൊള്ളാച്ചി, പളനി, എല്ലായിടത്തും. ഇന്നാണ് അറിഞ്ഞത് സ്വാമി ഇവിടെ ഉണ്ടെന്ന്. എന്നെ അനുഗ്രഹിക്കണം സ്വാമി. കുമാര, സംസ്കൃതത്തിൽ നല്ല വിൽപ്പത്തിയായില്ലേ? ആ നിൽക്കുന്ന കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കൂ. കായിക്കര കുമാരുവിനെ സ്വാമി ഇങ്ങനെയാണ് നാമെല്ലാം പറയുന്ന കുമാരൻ ആശാനാക്കിയത്. നാടിന്റെ നാനാഭാഗത്തുനിന്നും അവർണ ഹിന്ദുക്കൾ പുതിയ പുതിയ ക്ഷേത്രപ്രതിഷ്ഠകൾക്കായി സ്വാമിയെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നു. പ്രതിഷ്ഠ നടത്തിയിടത്തെല്ലാം ഗുരുദേവൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. വിദ്യയാൽ നിങ്ങൾ സ്വതന്ത്രരാവിൻ, സംഘശക്തിയാൽ ശക്തരായിടിൻ. വിദ്യയാൽ നിങ്ങൾ സ്വതന്ത്രരാവിൻ, സംഘശക്തിയാൽ ശക്തരായിടിൻ. ജാതി മതദ്വേഷമേലാത്ത മാതൃക സ്ഥാനങ്ങൾ ദേവാലയങ്ങൾ. ജാതി മതദ്വേഷമേലാത്ത മാതൃകാ സ്ഥാനങ്ങൾ ദേവാലയങ്ങൾ. മാതൃകാ സ്ഥാനങ്ങൾ ദേവാലയങ്ങൾ. അന്നൊരു ദിവസം പാശ്ചാത്യ വേഷം ധരിച്ചൊരു യുവാവ് സ്വാമിയെ കാണാൻ അരൂപ്പുറത്തെത്തി. സ്വാമി ചോദിച്ചു, അല്ല ഇതാര്, ഡോക്ടറോ? എന്ന് വന്നു? ഞാൻ ഇന്നലെ വന്നു സ്വാമി. ജോലിയുണ്ടോ ഡോക്ടറെ? ഉണ്ട്, 1000 രൂപ ശമ്പളവും ഉണ്ട്. നല്ല കാര്യം. അർഹത നേടിയിട്ടും അവർണ ഹിന്ദു ആയിപ്പോയതുകൊണ്ട് തിരുവാങ്കൂർ സർവീസിൽ ജോലി നിഷേധിക്കപ്പെട്ട ഒരാളാണ് ആ നിൽക്കുന്ന ഡോക്ടർ പൽപ്പു. അന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിലിരുന്ന മൈസൂർ സർക്കാർ സർവീസിൽ ജോലി നോക്കുന്നയാളായിരുന്നു ഡോക്ടർ പൽപ്പു. ഡോക്ടറെ, നാം അന്ന് ഒരു പയ്യന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കുമാരൻ. അതാ നിൽക്കുന്നു കുമാരൻ. ഡോക്ടർ കൊണ്ടുപോയിക്കോളൂ. കുമാരനെ പഠിപ്പിക്കണം. ഡോക്ടറുടെ കഴിവനുസരിച്ച് പഠിപ്പിക്കണം. ബുദ്ധിയും തന്റെ ഇടമുള്ള ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് വളർത്തിയെടുത്ത് നാട്ടിനും നാട്ടാർക്കും പ്രയോജനമുള്ളവരാക്കി തീർക്കുന്ന അക്ഷീണ യത്നം ഗുരുദേവൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അധകൃത വർഗങ്ങളിൽ നിന്ന് കുട്ടികളെ തേടിപ്പിടിച്ച് സൗജന്യമായി പഠിപ്പിച്ചും ശുചിത്വം ശീലിപ്പിച്ചും പൂജാരികളാക്കി തന്റെ കൂടെ താമസിപ്പിച്ചു. തേച്ചുമിനുക്കിയാൽ കാന്തിയും മൂല്യവും വായിക്കുന്ന രത്നങ്ങളാണ് കോടിക്കണക്കിന് ചാണ കാണാതെ ചാളപ്പുരകളിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നെന്ന് സ്വാമി ജനങ്ങളെ പഠിപ്പിച്ചു. ജനങ്ങൾക്ക് സ്വാമിയോടുള്ള ഭക്തി അതിന്റെ പാരമ്യത്തിലെത്തി. സ്വാമിയുടെ ഓരോ വാക്കും ജനങ്ങൾക്ക് ഗീതയും ഖുറാനും ബൈബിളുമായി തീർന്നു. അനാചാരങ്ങൾക്കെതിരെ ഗുരുദേവൻ അതിരൂക്ഷമായ പോരാട്ടം ആരംഭിച്ചു. അന്നൊരിടത്ത് സർപ്പപ്പാട്ട് നടക്കുകയായിരുന്നു. ഉള്ളുവർ പാടി തറവാടു നന്നാവാൻ ഉള്ളു കുളിർക്കണേ സർപ്പങ്ങൾ. ഉള്ളുവർ പാടി തറവാടു നന്നാവാൻ ഉള്ളു കുളിർക്കണേ സർപ്പങ്ങൾ. സന്തതിയുണ്ടാവാൻ ഉള്ളു കുളിർക്കണേ സർപ്പങ്ങൾ. സന്തതിയുണ്ടാവാൻ ഉള്ളു കുളിർക്കണേ സർപ്പങ്ങൾ. കുടവും വീണയും പുള്ളുവൻ പാട്ടും കുരവയുമാർപ്പും പൊങ്ങുന്നു. കുടവും വീണയും പുള്ളുവൻ പാട്ടും കുരവയുമാർപ്പും പൊങ്ങുന്നു. കളമിട്ട തറവാട്ടു മുറ്റത്തെ പന്തൽ കളമൊഴിമാരെല്ലാം തുള്ളുന്നു. കളമൊഴിമാരെല്ലാം തുള്ളുന്നു. തുള്ളുന്ന സ്ത്രീകൾ പൂക്കല അടിച്ചു കൊഴിച്ചു വലിച്ചെറിയുന്നു. ഉടനെ പുതിയ പൂക്കല കൊടുത്തുകൊള്ളണം. പൂക്കല പറിക്കുന്ന മരങ്കേറ്റ തൊഴിലാളിക്ക് അന്ന് അശേഷം വിശ്രമമില്ല. കുറെ നേരം ഈ തുള്ളലും ഗോഷ്ഠികളും കണ്ടിരുന്നിട്ട് ഗുരുദേവൻ പറഞ്ഞു, നിങ്ങൾ ആ അടിച്ച് എറിഞ്ഞ പൂക്കല തന്നെ വീണ്ടും എടുത്തു കൊടുത്തു നോക്ക്, തുള്ളുമോ എന്നറിയല്ലേ, അറിയാമല്ലോ. സ്വാമി വലിച്ചെറിഞ്ഞ പൂക്കല എടുത്തു കൊടുത്താൽ സ്വീകരിക്കില്ല. അതെന്താ? താഴെ വീണത് മാലിന്യമല്ലേ സ്വാമി? എടുത്തു കൊടുത്തു നോക്ക്, തുള്ളുമോ എന്നറിയാമല്ലോ. ഇല്ല സ്വാമി, സ്വീകരിക്കില്ല, മാലിന്യം സ്വീകരിക്കില്ല. നിങ്ങൾ എടുത്തു കൊടുത്തു നോക്ക്. ഗുരുദേവന്റെ നിർബന്ധം കൊണ്ട്
ആ ഭക്തൻ വീണ് കിടന്ന പൂക്കുല തുള്ളക്കാരിക്ക് കൊടുത്തു നോക്കി. കളമിട്ട തറവാട്ടു മുറ്റത്തെ പന്തലിൽ കളമൊഴിമാർ പിന്നെ തുള്ളുന്നു. കളമിട്ട തറവാട്ടു മുറ്റത്തെ പന്തലിൽ കളമൊഴിമാരെല്ലാം തുള്ളുന്നു. അല്ല, വീണ്ടും തുള്ളുന്നുണ്ടല്ലോ. സ്വാമി, അത് ഞാൻ കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തു കൊടുത്താലും തുള്ളുമല്ലോ. പാഞ്ചിത്തോൽ ഒടിച്ചു കൊടുത്താൽ മതി. ഈ പൂക്കുല നിന്ന് വിളഞ്ഞ് പാക്കാകട്ടെ. രാമച്ചം ഇട്ട വെള്ളം ചെറിയ കുടങ്ങളിലാക്കി തലവഴി ഒഴിച്ചു കൊടുത്താൽ മതി. കരിക്ക് അടത്ത് കളയണ്ട. അത് നിന്ന് വിളഞ്ഞ് തേങ്ങയാകട്ടെ. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. സ്വസമുദായത്തിൽ നിലവിലിരുന്ന തെരണ്ടുകുളി, പുളികുടി, കെട്ടുകല്യാണം തുടങ്ങിയ പ്രാകൃതാചാരങ്ങൾ ഗുരുദേവൻ നേരിട്ട് ചെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. ഒരു മതഭക്തന് ഒരു ദിവസം ഒരു സംശയം. സ്വാമി, പാൽ കുടിക്കാമെങ്കിൽ പിന്നെ മാംസം കഴിച്ചാൽ എന്താ? മാംസത്തിൽ 100 വരുന്നതല്ലേ പാൽ? ചോദ്യം കൊള്ളാമല്ലോ. ഭക്തന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല സ്വാമി, മരിച്ചുപോയി. 2 വർഷം മുമ്പ് മരിച്ചുപോയി. ശവം കുഴിച്ചിട്ടോ അതേ വെട്ടി നുറുക്കി കറി വെച്ചോ? പിന്നെ ആ ഭക്തനെ അവിടെ കണ്ടില്ല. ഗുരുദേവൻ ചെല്ലുന്നിടത്തെല്ലാം വമ്പിച്ച ജനക്കൂട്ടം. തീരാരോഗബാധിതരായി കഷ്ടപ്പെടുന്ന പലരും ഗുരുദേവ സന്നിധി വന്ന് രോഗവിമുക്തരായി മടങ്ങിപ്പോകുന്നു. നാക്കെടുക്കാൻ പാടില്ലാത്തവർ സംസാരിക്കാൻ കഴിവുള്ളവരായി തിരിച്ചു പോകുന്നു. അംഗവികലന്മാർ അംഗസൗഷ്ഠമുള്ളവരായി തിരിച്ചു പോകുന്നു. ഗുരുദേവൻ വൈദ്യശാസ്ത്രത്തിൽ അപാരമായ വിജ്ഞാനം നേടിയിരുന്നു. മനസാകാശം തെളിഞ്ഞറിവിൻ ബാല ഹനുമാൻ ശങ്കതിർവീശി. മനസാകാശം തെളിഞ്ഞറിവിൻ ബാല ഹനുമാൻ ശങ്കതിർവീശി. ഭാവിതൻ ജീവിത പാത തെളിഞ്ഞറി ഭാവുക പൂമഴ പെയ്തു. ഭാവിതൻ ജീവിത പാത തെളിഞ്ഞറിൽ ഭാവുക പൂമഴ പെയ്തു. അന്നൊരു ദിവസം ഡോക്ടർ പൽപ്പു വീണ്ടും അരുവിപ്പുറത്തെത്തി. ഡോക്ടർ ഇംഗ്ലണ്ടിൽ നിന്നാണ് മടങ്ങി വന്നത്. സ്വാമി, ഞാൻ ഇന്നലെ വന്നു. എന്താ ഡോക്ടറെ മുഖത്തൊരു തെളിച്ചമില്ലായ്മ? സ്വാമി, 15,000 അധകൃതന്മാരുടെ കയ്യൊപ്പ് നേടി ഒരു ഭീമ ഹർജി തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചിട്ടാണ് ഞാൻ വിദേശത്തേക്ക് പോയത്. 5 വർഷമായി ഒരു മറുപടി പോലും തന്നില്ല. ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിപ്പിച്ചു. തിരുവിതാംകൂറിലെ അയിത്താചാരങ്ങളെക്കുറിച്ച് അറിയാമോ? അന്വേഷിച്ച് മറുപടി തരാം എന്നാണ് പാർലമെന്റിൽ നിന്ന് കിട്ടിയ മറുപടി. ഇംഗ്ലീഷ് പത്രങ്ങളിൽ എത്ര ലേഖനങ്ങൾ എഴുതി, ഒരു പ്രയോജനവുമില്ല. സ്വാമി എത്ര ആശ്രമങ്ങൾ സ്ഥാപിച്ചു, പിന്നെ എത്ര പ്രതിഷ്ഠകൾ നടത്തി. അധകൃതൻ ഇപ്പോഴും വഴി നടന്നുകൂടാ. അടുത്ത മുറിയിൽ ഇരുന്ന് കുമാരനാശാൻ കാവ്യങ്ങൾ ചമയ്ക്കുന്നു. അക്ഷരമെന്നതറിയാതെ ലക്ഷക്കണക്കിന് അവർണന്മാർ അടിമകളായി കഴിയുന്നു. അതും നികുതി കൊടുത്തുകൊണ്ട് തന്നെ. നാം ഇനി ആരുടെയും കാരുണ്യത്തിന് കെഞ്ചാൻ പോയിട്ട് കാര്യമില്ല സ്വാമി. നാം ഒരു ശക്തിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം സ്വാമി. നമുക്ക് സംഘടന വേണം സ്വാമി, നമുക്ക് സംഘടന വേണം. ഡോക്ടർ പൽപുവിന്റെ ഉത്സാഹത്തിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകൃതമാവുന്നു. SNDP യോഗം രൂപം കൊണ്ടു. 1903 കുമാരനാശാൻ ആദ്യത്തെ സെക്രട്ടറിയായി. ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോഴേക്ക് കേരളമൊട്ടാകെ ശാഖകൾ വീശിയ ഒരു മഹൽ സംഘടനയായി തീർന്നു SNDP യോഗം. 120ഓളം ഈഴവന്മാർ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. SNDP യോഗം സെക്രട്ടറി ശ്രീമൂലം പ്രജാസഭാ മെമ്പറായി. അവർണർക്കും സ്കൂളിൽ പ്രവേശനം ലഭിച്ചു. എങ്കിലും ക്ഷേത്രപ്രവേശനം എന്ന സ്വപ്നം വളരെ അകലെ ഒരാകാശ പുഷ്പമായി നിലകൊണ്ടതേ ഉള്ളൂ. സ്വാമി തന്റെ ആസ്ഥാനം അരുവിപ്പുറത്തുനിന്ന് ശിവഗിരിയിലേക്ക് മാറ്റി. വിഗ്രഹാരാധനയേക്കാൾ പ്രധാനം അറിവിന്റെ ദേവതയെ ആരാധിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. എല്ലാ ഹൃദയങ്ങളിലും അറിവിന്റെ പ്രകാശം ഉദിക്കട്ടെ. ആന്ധ്യത്തിൽ നിന്നുള്ള മോചനം നേടുമ്പോൾ വിജ്ഞാന സമ്പാദനമല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. പ്രപഞ്ച രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് അറിവിന്റെ കൈത്തിരിയുമായി മനുഷ്യൻ കടന്നു ചെല്ലട്ടെ. ജാതിമത വ്യത്യാസങ്ങളൊക്കെ താനെ അവസാനിച്ചു കൊള്ളും. അങ്ങനെ ശിവഗിരിയിൽ സ്വാമി ആദ്യമായി അറിവിന്റെ ദേവതയെ പ്രതിഷ്ഠിച്ചു. ശാരദാ പ്രതിഷ്ഠ.
ആരായുകിൽ തിരകൾ നീരായിടുന്നു, മണിനാരായിടുന്നു കുടവും. പാരായിടുന്നതിനു നേരായിടും ഉലകം ഓരായിലുണ്ടകിലവും. ആരായുകിൽ തിരകൾ നീരായിടുന്നു, പണിനാരായിടുന്നു കുടവും. പാരായിടുന്നതിനു നേരായിടും ഉലകം ഓരായിലും അഖിലവും. വേരായ നിൻകഴൽ ആരാധനം തരണം, ആരാലിതിൽ നിന്നൊരു വരം. വേരായ നിൻകഴലിൽ ആരാധനം തരണം, ആരാലിതിൽ നിന്നൊരു വരം. നേരായി വന്നിടുക പേരാരുമില്ല ഗതി, പേരാഗയോഗ ജനനീ. നേരായി വന്നിടുക പേരാരുമില്ല ഗതി, പേരാഗയോഗ ജനനീ. ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി, ശാരദാമഠത്തിൽ പൂജിക്കേണ്ടത് എങ്ങനെയെന്ന് കൽപ്പിച്ചില്ലല്ലോ. എങ്ങനെ പൂജിച്ചാലും വേണ്ടില്ല, നിങ്ങളുടെ പൂജ കൊണ്ട് വെള്ള വിരിച്ച ആ മച്ചിലെങ്ങും കരി പിടിപ്പിക്കരുത്, അത്രമാത്രം. വിഗ്രഹാരാധനയിൽ സ്വാമിക്ക് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ കളവങ്കോടത്തും ഉല്ലലയിലും സ്വാമി കണ്ണാടി പ്രതിഷ്ഠിച്ചത്. സ്വാമി സന്ദേശങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ടി കെ മാധവന്റെ നേതൃത്വത്തിൽ ഇതാ ഒരു വമ്പിച്ച ജാഥ വൈക്കത്തേക്ക് നീങ്ങുന്നു. ഒരു പിതാവിൽ ഉത്ഭവിച്ച സഹജരായ നമ്മളിൽ കരമണച്ചു കരളുറച്ചു പെരുവഴിക്കു പോകണം. ഒരു പിതാവിൽ ഉത്ഭവിച്ച സഹജരായ നമ്മളിൽ കരമണച്ചു കരളുറച്ചു പെരുവഴിക്കു പോകണം. ഒരുവനുള്ളതല്ല രാജവീതി നമ്മ നൽകിടും, കരമെടുത്തു പണി നടത്തി അത് നമുക്ക് പൊതുവിലാം. ഒരുവനുള്ളതല്ല രാജവീതി നമ്മ നൽകിടും, കരമെടുത്തു പണി നടത്തി അത് നമുക്ക് പൊതുവിലാം. അത് നമുക്ക് പൊതുവിലാം, അത് നമുക്ക് പൊതുവിലാം, അത് നമുക്ക് പൊതുവിലാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വദേശാഭിമാനി ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ആ ചരിത്രപ്രസിദ്ധമായ സത്യാഗ്രഹ സമരത്തെ ആശീർവദിക്കാൻ ഉത്തരേന്ത്യയിൽ നിന്നും മഹാത്മാഗാന്ധി വന്നെത്തി. ഈ പുതിയ ഉണർവിന്റെ ഉറവിടം ഗുരുദേവനാണെന്ന് അറിഞ്ഞപ്പോൾ ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുദേവനെ കാണാൻ. ഗുരുദേവനും ഗാന്ധിജിയും വളരെയേറെ നേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ അവർണർക്കും പ്രവേശനം ലഭിക്കേണ്ടതാണ് എന്ന് ഗാന്ധി സമ്മതിച്ചു. പക്ഷേ ചാതുർവർണ്ണ വ്യവസ്ഥ ആവശ്യമാണെന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. ഗുരുദേവനുമായുള്ള സംഭാഷണത്തിന് ശേഷം മഹാത്മാവ് ആ അഭിപ്രായം തിരുത്തി. ഫ്രഞ്ച് സാഹിത്യകാരനായ റൊമെയിൻ റോളണ്ട് ഗുരുദേവനെ കർമ്മനിരതനായ ജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ വിശ്വമഹാകവി ടാഗോർ ഗുരുദേവനെ സന്ദർശിച്ചിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി: എത്ര എത്ര ജനപദം കണ്ടു ഞാൻ, എത്ര ദിവ്യജനങ്ങളെ കണ്ടു ഞാൻ, എത്ര എത്ര ജനപദം കണ്ടു ഞാൻ, എത്ര ദിവ്യജനങ്ങളെ കണ്ടു ഞാൻ. ഇല്ല നാരായണ ഗുരുവര്യനെ വെല്ലുവാനൊരാളാ മഹാത്മാക്കളിൽ. ഇല്ല നാരായണ ഗുരുവര്യനെ വെല്ലുവാനൊരാൾ ആ മഹാത്മാക്കളിൽ. ശിവഗിരി എന്ന് സ്വാമി തന്റെ ആസ്ഥാനം ആലുവായിലേക്ക് മാറ്റി. ഒരു പടി കൂടി മുന്നോട്ടുള്ള ഒരു ആദർശ പ്രതിഷ്ഠയായിരുന്നു ആലുവായി. അദ്വൈത വിദ്യാ പഠനത്തിന് വേണ്ടിയുള്ള ഒരു ആശ്രമം, അദ്വൈത വിദ്യാശ്രമം. അവിടെയാണ് ആദ്യമായി സർവമത സമ്മേളനം സ്വാമി വിളിച്ചുകൂട്ടിയത്. സമ്മേളന പന്തലിന്റെ പ്രവേശന കവാടത്തിൽ സ്വാമി ഒരു മുദ്രാവാക്യം എഴുതി വച്ചിരുന്നു: വാദിക്കാനും ജയിക്കാനുമല്ല നാം വേദിതീർത്തീ അദ്വൈത ഭൂമിയിൽ, പാരമിങ്ങറിയാനും പരസ്പരം നേരറിയിക്കുവാനുമണഞ്ഞതു. വാദിക്കാനും ജയിക്കാനുമല്ല നാം വേദിതീർത്തീ അദ്വൈത ഭൂമിയിൽ, പാരമിങ്ങറിയാനും പരസ്പരം
നേരറിയിക്കുവാനുമണഞ്ഞതു. ആ സർവമത സമ്മേളനത്തിൽ വെച്ചാണ് ഗുരുദേവൻ തന്റെ വിശ്വവിഖ്യാതമായ സന്ദേശം വിളംബരം ചെയ്തത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. ഒരു യോനിയൊരാകാരം, ഒരു ഭേദവും ഇല്ലിതിൽ. ഒരു യോനിയൊരാകാരം, ഒരു ഭേദവും ഇല്ലിതിൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. ഒരു യോനിയൊരാകാരം, ഒരു ഭേദവും ഇല്ലിതിൽ. ഒരു യോനിയൊരാകാരം, ഒരു ഭേദവും ഇല്ലിതിൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അരുവിപ്പുറത്ത് നിന്ന് അരുവി പോലെ ആരംഭിച്ച ഒരു പ്രവാഹം അപ്രതിഹതമായി മുന്നോട്ടൊഴുകി ആലുവായിലെത്തിയപ്പോൾ എല്ലാറ്റിനെയും തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് കരകവിഞ്ഞൊഴുകുന്ന പെരിയാറായി വളർന്ന് പരന്നൊഴുകി. ഇന്ന് കേരളത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുന്ന ഒരാൾക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ വിസ്തൃത രാജവീതിക്ക് ഇരുപാടും കാണാൻ കഴിയും നിരവധി ഗുരുദേവ പ്രതിമകൾ. അദ്ദേഹത്തിന്റെ പേരിലുള്ള കലാലയങ്ങളും വിദ്യാലയങ്ങളും. പക്ഷേ സ്വാമി സന്ദേശം സംശീകരിക്കത്തക്ക വിധം ഇനിയും നാം ആരും വളർന്നിട്ടില്ല. ആ മഹത് സന്ദേശങ്ങളുടെ ആനുകാലിക പ്രാധാന്യം ഏറിയേറി വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അന്ത്യകാലം അടുത്തപ്പോൾ സ്വാമി ശിവഗിരിയിൽ മടങ്ങിയെത്തി. ശയ്യാവലംബിയായ സ്വാമിയെ സന്ദർശിക്കാൻ 10,000-കണക്കിന് ആളുകൾ ശിവഗിരിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ. 1928 സെപ്റ്റംബർ 20 അന്ന് ശിവഗിരിക്കുന്നിൽ തിങ്ങിക്കൂടിയ ജലലക്ഷങ്ങൾ, അവരുടെ അമർത്തപ്പെട്ട തേങ്ങലുകൾ അന്തരീക്ഷത്തിൽ ഉയരുകയാണ് ഒരു പ്രാർത്ഥന പോലെ. ഒഴുകും കണ്ണീരാ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര അഖിലം സൽഗുരോ. ഒഴുകും കണ്ണീരാ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര അഖിലം സൽഗുരോ. മതമേതായാലും മനുജൻ നന്നായാൽ മതിയെന്നോദിയ പരമസൽഗുരോ. മതമേതായാലും മനുജൻ നന്നായാൽ മതിയെന്നോദിയ പരമസൽഗുരോ. ഒഴുകും കണ്ണീരാ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര അഖിലം സൽഗുരോ.
ശിവഗിരി കുന്നിൽ തിങ്ങിക്കൂടിയ ജനലക്ഷങ്ങൾ ഉത്കണ്ഠാകുലരായി ആശ്രമത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. കണ്ണീരാ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര യഖിലം സൽഗുരു. മതമേതായാലും മനുജൻ നന്നായ മതിയെന്നോദിയ പരമസൽഗുരു. മതമേതായാലും മനുജൻ നന്നായ മതിയെന്നോദിയ പരമസൽഗുരു. ഒഴുകും കണ്ണീരാ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര അഖിലം സൽഗുരു. ഗുരുദേവന്റെ രോഗശയ്യക്കരികിൽ പരിചരിച്ചു നിന്ന സത്യവ്രത സ്വാമികൾ ആശ്രമത്തിനുള്ളിൽ നിന്നും വരാന്തയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞിരുന്നു. കവളിലൂടെ കണ്ണുനീർ ധാരധാരയായി വീണു. മൂടും കാർമുകിലാലകാലതിമിരം വ്യാപിച്ചുമായുന്നിതാ കാടും കായലും ഇക്കടൽ തിരകളും സഹ്യാദ്രികൂടങ്ങളും ചൂടേറ്റുള്ള മെരിഞ്ഞുയർന്ന പുകചൂൾ നിമ്മട്ടുവൻ വൃഷ്ടിയാൽ പാടേ കേരള ഭൂമി കേണുഭുവനം കണ്ണീരിൽ മുക്കുന്നിതാ. ഗുരുദേവൻ സമാധിസ്ഥനായി.